ഈ മക്കയില് റസൂലും സഹാബത്തും സ്വത്തുക്കൾ ഉപേക്ഷിച്ചു പോന്നുവെന്നും ആ സ്വത്തുക്കളൊക്കെ ഖുറൈശികൾ കൈയടക്കിയെന്നാണ് പറയുന്നത്. അപ്പൊ അത് പിടിച്ചടക്കാനാണ് ബദർ യുദ്ധം ഉണ്ടായത് എന്നുള്ള പുതിയ ന്യായീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ബനൂ ഖുറൈളക്കാരുടെ ഇത്രയധികം സ്വത്തുക്കൾ ആരാ പിടിച്ചടക്കുന്നത്? റസൂലും സഹാബത്തുമാണ്. ഇത്രയധികം വരുന്ന മദീനക്കാരുടെ സ്വത്തുക്കൾ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പിടിച്ചടക്കുകയാണ്. കുടുംബമായി ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും പേരമക്കളും ഒക്കെ ആയിട്ട് കുടുംബമായി സ്വതന്ത്രരായി ജീവിച്ച ഗോത്രങ്ങളെ ഈ തരത്തിൽ പിടിച്ചടക്കിയിട്ട് അടിമകളാക്കുകയാണ്. അടിമത്തത്തെ പടിപടിയായിട്ട് റസൂലും സഹാബത്തും ഇസ്ലാമും ഒക്കെ നിരുത്സാഹപ്പെടുത്തി ഇല്ലാണ്ടാക്കി എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് വായിക്കണം. കുടുംബമായി സ്വതന്ത്രമായി ജീവിച്ച ഈ ഗോത്രങ്ങളെ പിടിച്ചടക്കിയിട്ട് അവരെ എന്താക്കുന്നത്? അടിമകളാക്കി പിടിച്ചടക്കുകയാണ്. കുഞ്ഞുങ്ങളെ അടക്കം അടിമകളെ ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കുകയാണോ ഇതുകൊണ്ടൊക്കെ ചെയ്യുന്നത്? പ്രത്യേകതരം കാരുണ്യവും പ്രത്യേകതരം സമാധാനവും ഒക്കെയാണ് ഈ പറയുന്ന ആദർശങ്ങളിൽ ഉള്ളത്. ബാക്കി എന്താ പറഞ്ഞു നോക്കാം.